നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ജാമ്യം തേടി. എക്സൈസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോടതി ഹർജി ഇന്ന് പരിഗണിക്കും. 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം തസ്ലിമ സുൽത്താനെയും സഹായി കെ ഫിറോസിനെയും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇവരുടെ ഫോൺ പരിശോധനയിലാണ് ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നത്. എക്സൈസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. താൻ ഇതിൽ നിരപരാധിയാണെന്നാണ് ശ്രീനാഥ് ഭാസി ഹർജിയിൽ വ്യക്തമാക്കുന്നത്. താൻ തസ്ലിമ സുൽത്താനിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല. തന്റെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്താൽ ഷൂട്ടിംഗ് മുടങ്ങും. അത് വലിയ നഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ താൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചാൽ ജാമ്യ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുകയുമില്ല. തനിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലെന്നും ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഫിറോസിന്റെയും തസ്ലിമയുടെയും ഫോൺ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താരങ്ങളെ വിളിച്ചു വരുത്തി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന ഭയമുണ്ടെന്നും ശ്രീനാഥ് ഭാസി കോടതിയെ അറിയിച്ചു. നിലവിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും പിടിച്ചെടുത്തത് കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. ദുബായ്, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 2 മലയാളികളാണ് തസ്ലിമ സുൽത്താനയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയതെന്നാണ് വിവരം. നേരത്തെ തന്നെ ഇതിൽ ഒരാൾ ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ വഴിയാണ് കേരളത്തിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുകുന്നത്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്.